ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലെയും മോദിജിക്കിടയിലെയും പാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ടെന്നല്ലേ, ഈ ദൃശ്യം നോക്കിയേ. ഒരു ഐക്യത്തിന്റെ ഫോട്ടോഷൂട്ട് ഇവർ തന്നെ PR കൊണ്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യിച്ചതിന് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത്രയും ദിവസം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ വായിച്ച വാർത്ത എന്തായിരുന്നു? മോദി സ്തുതി, കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം വലിയ അതൃപ്തി, ശശി തരൂരിനെ മാറ്റി നിർത്താൻ, ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ ദേശീയ നേതൃത്വം ആലോചിക്കുന്നു. സംസ്ഥാനത്തെ നേതാക്കന്മാരെല്ലാം തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ കൂടെ കോൺഗ്രസ് നേതാക്കന്മാരെ വിമർശിക്കുകയും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഇദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിൻ്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്നൊക്കെ പല വാർത്തകളും നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാകാം, വായിച്ചിട്ടുണ്ടാകാം. പക്ഷേ റിയാലിറ്റി എന്താണ്? നിങ്ങൾ ആ ദൃശ്യത്തിലേക്ക് നോക്കിയേ. രാഹുൽ ഗാന്ധി അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാലോ, ഈ ഭരണത്തിലേക്ക് കടന്നു വരുന്ന കുടുംബാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിൾ വലിയ ചർച്ചയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സുകാരെല്ലാം ചേർന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരും ദേശീയ നേതാക്കന്മാരെല്ലാം തരൂരിനോട് വലിയ അസംതൃപ്തിയാണെന്ന് പറയുന്നതിന്റെ നേർക്കാഴ്ച നോക്കി. അസംതൃപ്തി ചെവിയിൽ പറയുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരുമായിട്ടൊരു പാലം വേണം, അതിന് ഭാഷ വശമല്ല, അതിനുവേണ്ടി തരൂരിനെ പാലമാക്കിയിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ എന്തൊക്കെ സ്വീകരിക്കണം, എന്തൊക്കെ തടയിടണം, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണം, എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കണം, ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് സതീശനും സംഘവും ഉണ്ടാക്കിയതിനു ശേഷം കൈമാറുന്നത് തരൂരിലൂടെയാണ്. അതുകൊണ്ടാണ് തരൂരിനെ മോഡി സ്തുതികനായിട്ട് അങ്ങ് വിട്ടിരിക്കുന്നതും അദ്ദേഹത്തിനോട് വലിയ അസംതൃപ്തിയാണ്, പാർട്ടി അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം വളഞ്ഞു നിന്ന് ഈ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ സ്പൈ വർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? എങ്ങനെയും ഈ നാട്ടിലെ ഭരണം അട്ടിമറിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ഈ നാട്ടിൽ ബുദ്ധിമുട്ടിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പ്ലാൻ ഉണ്ടാക്കി കൈമാറുന്ന ചാലക ശക്തിയാണ് തരൂർ എന്ന് ബോധ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച വാർത്തകളും ഈ ദൃശ്യങ്ങളും തമ്മിൽ എവിടെയെങ്കിലും ചേർച്ചയുണ്ടോ? തരൂർ കഴിഞ്ഞ കുറച്ചു കാലമായി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കോൺഗ്രസ് നിശ്ചയിച്ച പട്ടികയിൽ തരൂരിന്റെ പേരില്ലായിരുന്നു. പക്ഷേ തരൂരിനെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ആ സംഘത്തിൽ നിയോഗിച്ച് അങ്ങനെ കോൺഗ്രസും ശശി തരൂരും വിവിധ ധ്രുവത്തിലാണെന്നൊക്കെ വാർത്ത വായിച്ച് നിങ്ങൾ കരുതിയിരിക്കുകയായിരുന്നു. ശരിയാണല്ലോ, തരൂരിനെ ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ റിയാലിറ്റി നിങ്ങൾക്ക് ചിന്തിക്കാനോ വായിച്ചെടുക്കാനോ, ഇവർ പുറത്തേക്ക് വാർത്ത കൊടുത്തതിന് ശേഷം അന്തർധാരയിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇവർ അറിയാതെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാട്ടിത്തരും. അവിടെയും നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഇത് ചിന്തിക്കില്ല. അത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇന്നലകളിൽ വന്ന വാർത്തകൾ വെറും പൊള്ളത്തരമാണ്. ഇവർക്കിടയിലെ അണ്ടർസ്റ്റാൻഡിങ്, കേരളം പിടിക്കാൻ BJPയുടെ പ്രോജക്റ്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ ലോട്ടസ്, അതിപ്പോൾ തരൂരിലൂടെയാണ് ബാറ്റൺ താഴേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് കേരള സർക്കാരിനെതിരെ കൂടെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ED വരും, പിണറായി വിജയന്റെ കുടുംബത്തിന് നേരെ വരും, മക്കൾക്ക് നേരെ വരും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അതും തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ വളരെ കൃത്യമായി എത്തുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അവിടെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോയിന്റും മോഡി സ്തുതികനായിട്ട് ഒരു വ്യക്തി അങ്ങ് വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഞങ്ങളുടെ കാര്യമൊന്ന് നടപ്പാക്കി തന്നാൽ മതി, ദേശീയ തലത്തിൽ BJP ഭരിക്കുകയോ ഭരിക്കാതിരിക്കുകയോ ഞങ്ങളുടെ പ്രശ്നമല്ല, അവിടെ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ആ മനോഭാവത്തിന്റെ റിയാലിറ്റിയാണ് ആ ദൃശ്യം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, ശശി തരൂർ നേരത്തെ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ വലിയ സ്വീകാര്യ പുരുഷനായിരുന്നു. പക്ഷേ അദ്ദേഹം പലസ്തീൻ വിഷയത്തിലൊക്കെ സ്വീകരിച്ച നിലപാട് കൊണ്ട് അദ്ദേഹത്തിനെതിരെ അസംതൃപ്തി ഉണ്ടായതിനു ശേഷം ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്ന മട്ടിൽ അദ്ദേഹത്തെ സംഘപരിവാറിലേക്ക് പറഞ്ഞു വിടാതെ അതിൻ്റെ ഏജന്റായിട്ട് ഇവർക്ക് രണ്ടു പേർക്ക് മധ്യത്തിൽ നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇനിയെങ്കിലും ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് ആ ദൃശ്യത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. അടുത്ത കേരളം പിടിക്കാൻ വേണ്ടിയുള്ള ആ സംഘത്തിൽ തരൂർ എങ്ങനെയാണ് കീ പോയിന്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത വന്നു എന്നൊക്കെ പറഞ്ഞാൽ, ഒരു വ്യക്തിയെ അങ്ങനെ ഇകഴ്ത്തി കാട്ടിയതിനു ശേഷം അയാളെ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് ഇവർ സ്പൈ വർക്ക് നടത്തുന്നത് അല്ലെങ്കിൽ ചാരപ്പണി നടത്തുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ദൃശ്യത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്.